നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി നിജിത്. സൂര്യകിരണം ചാനലിലേക്ക് സ്വാഗതം. ഭക്ഷ്യസാധനങ്ങൾ വില കുറച്ചു കിട്ടുന്ന നമ്മുടെ സപ്ലൈകോകളും മാവേലി സ്റ്റോറുകളും നോക്കുകുത്തികളായിട്ട് മാസങ്ങളേറെയായി. പൊതുവിപണിയിലെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയ്ക്ക് സബ്സിഡി നിരക്കിലാണ് ഇവിടെ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയിരുന്നത്. എന്നാൽ നിർധനരായവർക്ക് ഏറെ ആശ്രയമാകാറുള്ള ഈ സ്ഥാപനങ്ങളിൽ സബ്സിഡി സാധനങ്ങളെല്ലാം തന്നെ ഇന്ന് കിട്ടാക്കനിയാണ്. മാസങ്ങളായി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് പെൻഷനെ മാത്രം ആശ്രയിക്കുന്ന പാവങ്ങളാണ് പെൻഷൻ പണം കിട്ടാത്തതിന്റെ പേരിൽ ഏറെ വലയുന്നത്. മുടക്കം കൂടാതെ കഴിക്കുന്ന മരുന്നുകൾ വാങ്ങാൻ മറ്റ് മാർഗങ്ങളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തനിച്ചു താമസിക്കുന്ന വയോജനങ്ങളിൽ ബഹുഭൂരിഭാഗവും. അവർക്കുമേൽ കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് സബ്സിഡി നിരക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവർ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റവും സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമവും താങ്ങാനാവുകയില്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം കൊടുക്കുന്നൊരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴും തൊഴിലില്ലാതെയും നിത്യവൃത്തിക്ക് പണമില്ലാതെയും ജനങ്ങൾ ഈ വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് മുടങ്ങിക്കിടക്കുന്ന പെൻഷനുകളും സബ്സിഡി സാധനങ്ങളും ജനങ്ങളിൽ എത്തിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നതെന്ന മുറവിളികളും പ്രതിപക്ഷത്തിൻ്റെതായി ഉയർന്നുവരും. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വരുത്തി തീർക്കാൻ വലിയൊരു വിജയം തന്നെ വേണം ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്. ഇടതിനായാലും വലതിനായാലും ഇവിടെ വിജയിക്കണമെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയേ മതിയാകൂ. ഉറപ്പുള്ള കേഡർ വോട്ടുകൾ മാത്രം വെച്ച് 20 മണ്ഡലങ്ങളിലും വിജയിക്കാൻ ഇന്ന് ഇരു മുന്നണികൾക്കും സാധ്യമല്ല. ഈ 20 മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാർ വിധിയെഴുതും ആരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറ്റിവിടണമെന്ന്. സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം.